അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: k plus 1 minus 2 is equal to 0. k greater than 0 ആയാൽ k raised to 29 plus k raised to 29 minus 2ന്റെ വില എത്രയാകും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ k plus 1 by k minus 2 0 എന്ന് പറഞ്ഞിട്ടില്ലേ മക്കളെ? അപ്പോൾ k plus 1 by k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് എഴുതാമല്ലോ. 2 എന്ന് എഴുതാം. ഓക്കെ, k ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സംഖ്യയും അതിൻ്റെ റെസിപ്രോക്കലും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 2 കിട്ടണം. അപ്പോൾ നമുക്ക് ഈ k എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കാമല്ലോ. കാരണം എന്താ? k 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ്. സോ 1 + 1 എന്ത് കിട്ടും? 2 കിട്ടും. സോ എനിക്ക് k ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ? k raised to 29. k raised to 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോട്ടെ, k raised to 29 പ്ലസ് 1 by k raised to 29 മൈനസ് 2ൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ k raised to 21 എന്തായിരിക്കും? 1 raised to any number 1 തന്നെ ആയിരിക്കും. പ്ലസ് 1 by k raised to 29 എന്ന് പറഞ്ഞാൽ 1 by 1 മൈനസ് 2. സോ 1 + 1 എത്ര? 2. ഇത് 1 by 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ കിട്ടുക? സോ 1 + 1 എത്ര കിട്ടും നമുക്ക്? 2. 2 - 2 എന്താ കിട്ടുക? 0 അല്ലേ? അപ്പോൾ ആൻസർ എന്താ? 0. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതായത് ഒരു സംഖ്യയും ആ സംഖ്യയുടെ റെസിപ്രോക്കലും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 2 കിട്ടണം. അവർ k ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ k എത്ര നമുക്ക് കിട്ടത്തുള്ളൂ? kയുടെ വാല്യൂ ഏതായിരിക്കും? 1 ആയിരിക്കും. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? 16 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 74. 16നെ 4 കൊണ്ട് ഹരിച്ചാൽ ഒരിക്കലും 74 കിട്ടത്തൊന്നുമില്ല. ഇതൊരു മെൻ്റൽ എബിലിറ്റിയിലെ ചോദ്യമാണ്. കോഡിങ് ആൻഡ് ഡീകോഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 16നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 74 കിട്ടുന്നത്? ആ ഒരു കോഡ് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, 16 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 74. അപ്പോൾ ഈ 16ലെ അക്കങ്ങൾ നോക്കിക്കേ, അക്കങ്ങൾ ഏതൊക്കെയാ? 1ഉം 6ഉം കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 7 കിട്ടി. എന്നിട്ട് അവർ 16നെ 4 കൊണ്ട് ഹരിച്ചു, അപ്പം 4 കിട്ടി. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് എന്താ? 35 ബൈ 7 85 എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക? 3ഉം 5ഉം കൂടെ കൂട്ടി എത്ര കിട്ടി? 8 കിട്ടി. എന്നിട്ട് 35നെ 7 കൊണ്ട് ഹരിച്ചു, 5 കിട്ടി. ഓക്കെ, അടുത്തത് നോക്കിക്കേ, 55 ബൈ 5 അതെങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 55 ബൈ 5 ഈസ് ഈക്വൽ ടു 10 11 എങ്ങനെ കിട്ടിയിട്ടുണ്ടാവും? 5ഉം 5ഉം കൂടെ കൂട്ടി 10. എന്നിട്ട് 55നെ 5 കൊണ്ട് ഹരിച്ചു, എത്ര കിട്ടി? 11 കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 49 ഡിവൈഡഡ് ബൈ 7 അല്ലേ മക്കളെ? അതെ. അപ്പോൾ 49 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പം ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ 4 9 കൂടെ കൂട്ടണം. എത്ര കിട്ടും? 13. 13 വരുമ്പോൾ തന്നെ ആൻസർ ഉറപ്പിക്കാം. 13ലുള്ളത് വേറെ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ തന്നെ 137 ഉറപ്പിക്കാം. പിന്നെ അല്ലെങ്കിൽ 49നെ 7 കൊണ്ട് ഹരിക്കുക, എത്ര കിട്ടും? 7. 137 എന്ന് നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നൊരു ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ? x മൈനസ് 1/x ഈസ് ഈക്വൽ ടു 1/2. x മൈനസ് 1/x ഈസ് ഈക്വൽ ടു 1/2 ആയാൽ x 0 അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും? 4x² പ്ലസ് 4. ഇവിടെ ഈ 4 കണ്ടോ നിങ്ങൾ? ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അതായത് 4x² പ്ലസ് 4/x² അല്ലേ? അതെ. നമുക്ക് ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. നമുക്ക് 4നെ ഇങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കിട്ടും. എന്താണ്? 4 ഇൻറ്റു പിന്നെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? x² പ്ലസ് 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1/x² എന്ന് കിട്ടത്തില്ലേ? കിട്ടും. അതായത് നമുക്ക് ഈ സാധനം ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഏത്? ഈ x² പ്ലസ് 1/x² കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം നമ്മൾ ഓർക്കുന്നത്. എന്താണ്? x മൈനസ് 1/x എന്ന് പറയുന്നത് k ആണെങ്കിൽ x² പ്ലസ് എന്തായിരിക്കും? 1/x² എന്ന് പറയുന്നത് എന്തായിരിക്കും? k² പ്ലസ് 2 ആയിരിക്കും. അപ്പം x മൈനസ് 1/x k ആണെങ്കിൽ
എന്തായിരിക്കും എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നത് k² + 2 ആയിരിക്കും. ഇനി ചോദ്യത്തിലേക്ക് നോക്കിക്കേ, എക്സ് മൈനസ് 1/x, ഇവിടെ കെയ്ക്ക് പകരം നമുക്ക് 1/2 എന്ന് എഴുതാം അല്ലേ? കെയ്ക്ക് പകരം നമുക്ക് 1/2 എന്ന് എഴുതാം. അപ്പോൾ x² + 1/x² എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം k² + 2. സോ കെയ്ക്ക് പകരം 1/2 സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4. സോ 1/4 + 2. അതായത് 2ഉം 4ഉം കൂടെ കൂട്ടി നമുക്ക് എങ്ങനെ എഴുതാം 2.25 എന്ന് എഴുതാം. ശരിയാണോ? 2.25 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാ ഈ സാധനം കിട്ടി. എന്തോ x² + 1/x² എന്ന് പറയുമ്പോൾ എത്ര കിട്ടി നമുക്ക്? 2.25 എന്ന് കിട്ടി. ആണോ? ഈ 2.25 ഇനി നമുക്ക് 4 × x² + 1/x² ആക്കിയിട്ടുണ്ട്. അതായത് 4 × 2 and 1/4 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കണേ. 4 × ഈ 2 and 1/4 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ ഇംപ്രോപ്പർ ആക്കാൻ 4 × 2 8, 8 + 1 9/4. അപ്പോൾ ഇൻറ്റു 9/4. ഇതാ ഈ 4 അങ്ങ് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് എത്ര കിട്ടും? 9 എന്ന് ആൻസർ കിട്ടും. കണ്ടോ? പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമായിരുന്നു. 9 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇച്ചിരി ഒന്ന് ആലോചിക്കാം. അപ്പോൾ ഈ ഒരു റൂള് അറിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റൂള് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എങ്കിൽ, ഒരല്പം ഈ ഒരു സംഭവം നിങ്ങൾക്ക് പിടികിട്ടിയില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു ചോദ്യമാണ്. അതർവൈസ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ചോദ്യം കൂടിയായിരുന്നു. സോ അടുത്ത ചോദ്യം നോക്കാം. ഒരു വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആരം 50% വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. 100 എടുക്കാം, 150 എടുക്കാം, അങ്ങനെ എടുക്കാം. അല്ല എങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുള്ളതാണ് നമ്മൾ ഇപ്പം 1 എടുക്കുക. ആദ്യത്തെ റേഡിയസ് 1 ഇപ്പം 50% കൂട്ടുമ്പോൾ അത് എത്രയായി? 1.5 ആയി. അപ്പോൾ ഈ പോയിന്റ് മാറ്റാൻ വേണ്ടി ഇതിൻ്റെ ഇരട്ടി എടുക്കുന്നു. 1.5 ഇരട്ടി എത്ര? 3. അപ്പോൾ 1ൻ്റെ ഇരട്ടി എത്ര? 2. അതായത് റേഡിയസ് ആദ്യം 2 ആയിരുന്നെങ്കിൽ ഇപ്പം 3 ആണ്. ഇനി ഇവിടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? πr². ഇവിടെ നമ്മൾ പൈ അങ്ങ് കളയുക. 2 സൈഡിലും പൈ നമുക്ക് എടുത്തങ്ങ് കളയാം. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എത്ര മക്കളെ? 4. 3ൻ്റെ സ്ക്വയർ എത്ര? 9. അതായത് 4:9 എന്നായി. അതായത് ആദ്യത്തേത് കേസിൽ ഏരിയ 4 ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ 9 ആണ്. എത്ര കൂടിയെന്ന് ചോദിച്ചാൽ 5 കൂടി. പെർസെൻറ്റേജ് ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് വ്യത്യാസം സംഭവിച്ചത്? 5. ബേസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ആ വ്യത്യാസം ഉണ്ടായത്? എവിടെ നിന്നാണ് ഉണ്ടായത്? 4. സോ 5/4 × 100 എന്ന് പറഞ്ഞാൽ 500 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 125% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി. മുമ്പത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇവിടെ കാണിച്ചില്ല. ഓപ്ഷൻ എ ആയിരുന്നു കേട്ടോ. 9 നമുക്ക് കിട്ടിയില്ല. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഇവിടെ എത്ര കിട്ടും നമുക്ക് ആൻസർ? ഏതായിരുന്നു? 125% എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇതൊക്കെ. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ 180 ഡിഗ്രിയാവും? അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ വരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 10 മണി മുതൽ 1 മണി വരെയാണ് ഉള്ളത്. അപ്പോൾ 10നും 11നും ഇടയിലും, 11നും 12നും ഇടയിലും, 12നും 1നും ഇടയിലും. അപ്പം ഇവിടെ ഒരു പ്രാവശ്യം വരത്തില്ലേ? നേർരേഖയിൽ വരുമല്ലോ. എന്തായാലും ഒരു വൃത്തത്തിന് ചുറ്റും കറങ്ങി നടക്കുമ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം വരും. ഇവിടെ ഒരു പ്രാവശ്യം വരും, ഇവിടെ ഒരു പ്രാവശ്യം വരും. സോ മൊത്തം എത്ര പ്രാവശ്യം വരും? 3 പ്രാവശ്യം വരും. ഓപ്ഷൻ എ. ഒന്നും ആലോചിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണത്. അടുത്തത് നോക്കാം. 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ, അതായത് സിമ്പിൾ, ഞാൻ 100 രൂപ, എൻ്റെ ബേസ് ഞാനങ്ങ് പറയാം. ഞാൻ 100 രൂപ കൊണ്ടിട്ടു ബാങ്കിൽ, അത് 200 രൂപയാവണം. അപ്പോൾ എനിക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടണം? എനിക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഇതെൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടാണ്. അപ്പം 100 രൂപ. ഇതെനിക്ക് കിട്ടിയ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടാണ്. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 100 രൂപയായിരിക്കത്തില്ലേ? ഈ 100 രൂപ കിട്ടാൻ 10 വർഷം കൊണ്ടാണ് പലിശ കിട്ടിയത്. അതായത് മക്കളെ ഇങ്ങനെ ചിന്തിക്കാം. 10 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 100 രൂപ. അപ്പോൾ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര?
100 ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടും? 10 രൂപ. അതായത് 10 റുപ്പീസ് പെർ ആനം, ഒരു വർഷം 10 രൂപ. 100 രൂപയ്ക്ക് ഒരു വർഷം 10 രൂപ കിട്ടുവാണെങ്കിൽ ഓർത്തോണം റേറ്റ് പെർസെൻറ്റേജ് 10%. 10%. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചിട്ടില്ലയോ? എന്തുവാ? n വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു, n വർഷം കൊണ്ട് 2 ടൈംസ് ആവുന്നെങ്കിൽ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 100/n ആയിരിക്കും. ഇവിടെ 100 n എന്ന് പറഞ്ഞാൽ എത്ര? 10. എത്ര കിട്ടും? 10%. വർഷമല്ല, 10%. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കാം. 2000 ജനുവരി 1 ശനിയാഴ്ചയാണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കണം. കലണ്ടറിൽ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വർഷം, സാധാരണ ഒരു വർഷം ജനുവരി 1 ഏത് ദിവസമാണോ അതേ ദിവസം തന്നെ ആയിരിക്കും ഡിസംബർ 31. എന്നാൽ ഒരു ലീപ്പ് ഇയർ എടുക്കുകയാണെങ്കിൽ സാധാരണ ഒരു വർഷം, ഇപ്പം ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ, ഇപ്പോൾ സാധാരണ വർഷത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ജനുവരി 1 ഏത് ദിവസമാണോ അതേ ദിവസം തന്നെ ആയിരിക്കും ഡിസംബർ 31. ഓക്കെ, അപ്പോൾ ലീപ്പ് ഇയർ ആണെങ്കിൽ, അതായത് ഇപ്പോൾ 2023 അല്ലെങ്കിൽ 2022 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 തിങ്കളാഴ്ച ആയിരിക്കും. ഇനി ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ, ഇപ്പോൾ 2024 ജനുവരി 1 ബുധനാഴ്ച, ഞാൻ ചുമ്മാ അങ്ങ് പറയാം, എനിക്കറിയത്തില്ല ബുധനാണോ വ്യാഴമാണെന്ന്. 2024 ലീപ്പ് ഇയർ ആണ്, ജനുവരി 1 ബുധനാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 വ്യാഴാഴ്ച ആയിരിക്കും, ഒരു ദിവസം കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ ആ ഒരു പോയിന്റ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്യാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 2000 ജനുവരി 1 എന്താഴ്ചയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശനിയാഴ്ചയാണ്. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, 2001 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? 2000 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ആ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം എന്തായിരിക്കും? ഒരു ദിവസം കൂടുതലായിരിക്കും, സൺഡേ ആയിരിക്കും. അപ്പോൾ 2001 ജനുവരി 1 എന്ന് പറയുമ്പോൾ മൺഡേ ആയിരിക്കും. ഓക്കെ, 2002 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. 2003 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? വെനസ്ഡേ ആയിരിക്കും. 2004 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? 2004 ഇത് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ കഴിയുമ്പോഴാണ് ഈ കാര്യം നോക്കണം. ലീപ്പ് ഇയർ തുടങ്ങുമ്പോൾ നോർമൽ ആയിരിക്കും, കാരണം തൊട്ട് മുമ്പത്തെ വർഷം ലീപ്പ് ഇയർ അല്ലാത്തത് കൊണ്ട് എന്ത് തന്നെയായിരിക്കും? 2004 വ്യാഴാഴ്ച ആയിരിക്കും. പക്ഷേ 2005 ശ്രദ്ധിച്ചോണം, വെള്ളി അല്ല. കാരണം എന്താ? ലീപ്പ് ഇയർ ആണ് 2004. അപ്പം ലാസ്റ്റ് ഡേ എന്തായിരിക്കത്തില്ല? തേഴ്സ്ഡേ ആയിരിക്കത്തില്ല, ഫ്രൈഡേ ആയിരിക്കും. അപ്പോൾ ഫ്രൈഡേ കഴിഞ്ഞുള്ള ഡേ ആയിരിക്കും സാറ്റർഡേ ആയിരിക്കും. 2006 ഏത് ദിവസമായിരിക്കും? 2006 തൊട്ടടുത്ത ദിവസം അല്ലേ? സാറ്റർഡേ കഴിഞ്ഞാൽ പിന്നെ ഏത് ദിവസമായിരിക്കും? സൺഡേ ആയിരിക്കും. ഞായർ. ആൻസർ കിട്ടി കേട്ടോ, ഞായർ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ശ്രേണി പൂർത്തിയാക്കുക. വളരെ എളുപ്പമുള്ള ഒരു ശ്രേണിയാണ്. അതായത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ എസ് യു ഡബ്ല്യു വൈ, അതായത് എസ് കഴിഞ്ഞ് ടി ഇല്ല, യു, വി ഇല്ല, ഡബ്ല്യു, എക്സ് ഇല്ല, വൈ, അതായത് ഓരോന്ന് വിട്ടു പോവുക. അപ്പം എസ് കഴിഞ്ഞ് ഒരു ലെറ്റർ കഴിയണം, അതായത് ക്യു ആർ എസ്. അപ്പോൾ എസ് ഇവിടെ ഉണ്ട്, അപ്പോൾ ഒരു ലെറ്റർ ബാക്കിലേക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് പോകുമ്പോൾ ക്യു ആയിരിക്കും വരിക. സോ ക്യൂവിൽ തുടങ്ങുന്ന ഒരെണ്ണം അല്ലേ ഉള്ളൂ, ക്യു ഒ എൽ. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇതിനപ്പുറത്ത് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ബാക്കി വേണമെങ്കിൽ ഇരുന്ന് നോക്കാം, ബാക്കി ഒ യു എൽ എഴുതി നോക്കാം, കാരണം ക്യൂവിൽ തുടങ്ങുന്ന വേറെ ഒന്നും കൂടി ഇല്ല. ക്യൂവിൽ തുടങ്ങുന്നതായിരുന്നു എല്ലാ ഓപ്ഷനെങ്കിൽ മാത്രം നമ്മൾ ബാക്കി ചെയ്ത് നോക്കിയാൽ മതി. സോ ആൻസർ എത്രയാണ്? ക്യു ഒ എൽ. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 875, 979, 1089, 1067. ഇതിലേതാണ് ഒറ്റയാൻ? കൂട്ടത്തിൽ ഫൈൻഡ് ദി ഓഡ് മാൻ, ഒറ്റയാനെ കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ ഇതാണ്. കാരണം ഇത് മാത്രമാണ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് വരുന്നത്, 33 സ്ക്വയർ. സോ 33 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1089. വേറെ ഒരു ബന്ധവും നമുക്കിതിൽ കാണുന്നില്ല. പ്രൈം നമ്പേഴ്സ് നോക്കിയാലൊന്നും കാര്യമില്ല. പ്രൈം നമ്പേഴ്സ് അല്ല, അത് നമുക്ക് ആ ഒരു രീതി അവിടെ ഫോളോ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോയിന്റിലാണ് ആൻസർ വരിക. സോ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വന്നിട്ടുള്ളത് 1089 മാത്രമാണ്. സോ അതുകൊണ്ട് നമുക്ക് ആൻസർ ഏതായിട്ട് എടുക്കാം? 1089 എന്ന് ആൻസർ എടുക്കാം. സോ അടുത്ത ചോദ്യം,
ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദത്തിൻ്റെ 7 മടങ്ങ് 7ാം പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ തന്നെ 11ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ ശ്രേണിയുടെ 18ാം പദം നിങ്ങൾ നോക്കേണ്ടത് ഈ 7ഉം ഈ 11 കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നേ? 18. അതേ പദം തന്നെയാണോ ചോദിച്ചിരിക്കുന്നത്? ആണോ? അതായത് സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെ 7 മടങ്ങ് 7ഉം 7. 7ാം പദത്തിൻ്റെ 7 മടങ്ങും 11ാം പദത്തിൻ്റെ 11 മടങ്ങ്. എന്നിട്ട് നിങ്ങൾ നോക്കണം, ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത് ഇത് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 7ഉം 7ഉം 11 ഇത് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് 18ാം പദം എത്ര. അപ്പോൾ 18ാം പദം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 18ാം പദം തന്നെയാണോ ചോദിക്കുന്നത്? ഈ 18 എങ്ങനെയാണ് കിട്ടിയത്? 7ഉം 11 കൂടെ കൂട്ടുമ്പോഴാണ് 18 കിട്ടിയത്. ആ 18ാം പദം തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ, കാരണം ഇതെന്തായിരിക്കും? 18ാം പദം എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആയിരിക്കും. 18ാം പദം എത്രയായിരിക്കും? 0 ആയിരിക്കും. 0. അപ്പോൾ ഇതിനകത്ത് 0 ഉണ്ടോ? 11 ഉണ്ട്, 18 ഉണ്ട്, 7 ഉണ്ട്. ഡി ഇവയൊന്നുമല്ല. കാരണം ആൻസർ 0 ആണ്. അപ്പോൾ 18ഉം 11ഉം 7ഉം അല്ല, 0 ആണ് ഉത്തരം. സോ ആൻസർ എത്ര കിട്ടും? നമുക്ക് 0 എന്ന് നമുക്ക് ആൻസർ പറയാം. സോ ആൻസർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതായത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇവയൊന്നുമല്ല എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 2-3 ചോദ്യങ്ങൾ ഒരല്പം ആലോചിക്കേണ്ട ചോദ്യങ്ങളായിരുന്നു. അല്ലാതെ ബാക്കി എല്ലാ ചോദ്യങ്ങളും നമുക്ക് അത്ര ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് ആലോചിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അല്ലാതെയുമുള്ള ചോദ്യങ്ങൾ, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്നും എത്ര മാർക്ക് കിട്ടിയെന്നും അറിയാൻ എനിക്ക് ഒരു ചെറിയ താല്പര്യമുണ്ട്. സോ താല്പര്യമുള്ളവർ അത് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള കൂടുതൽ PSC, ബാങ്ക്, SSC റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്കിനി വീണ്ടും കാണാം.